നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം CPM-നെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയാണ്. ബോംബുണ്ടാക്കി ആക്രമണം നടത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും CPM ഒരുങ്ങുകയാണെന്ന ആരോപണം UDF-ഉം BJP-യും ഉയർത്തിക്കഴിഞ്ഞു. പ്രചാരണത്തിൽ CPM-നെതിരെ ഈ വിഷയം ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല. പല ഭാഗത്തു നിന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രതിഷേധം ഉയരുകയാണ്. സംഭവത്തിൽ CPM-നെതിരെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അതിശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിലിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് CPM വ്യക്തമാക്കണം. ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത്? CPM ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണ്. പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പുരോഗമനം പ്രസംഗിക്കുമ്പോഴും വാളും കടാരയും ബോംബും ഉപേക്ഷിച്ചുള്ള രാഷ്ട്രീയത്തിന് ഈ 2024-ലും CPM തയ്യാറല്ലെന്ന് തുറന്നു സമ്മതിക്കുന്നതാണ് പാനൂരിലുണ്ടായ സംഭവം. CPM-നോട് ചോദിക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി കൊണ്ടു നടക്കുന്നത്? എന്ത് കാര്യത്തിലാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് CPM വ്യക്തമാക്കണം. ഏതായാലും ബോംബ് ഉണ്ടാക്കിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? UDF പര്യടനം നടക്കാനിരിക്കുന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കരുതലും സ്നേഹവും പോസ്റ്ററിലും ഫ്ലക്സിലും പോരാ, ന്യായീകരിക്കാനാവാത്ത സംഭവമാണ് നടന്നതെന്നും ഷാഫി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാനൂർ പുത്തൂർ മുളിയാത്തോട്ടിൽ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു. 3 പേർക്കാണ് പരിക്കേറ്റത്. കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. ഒരാളുടെ 2 കൈപ്പത്തികളും അറ്റുപോയതായാണ് വിവരം. കോഴിക്കോട് മിംസിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. നിർമ്മാണത്തിനിടെ നാടൻ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് CPM ശ്രമം. സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ നേരത്തെ തന്നെ തള്ളി പറഞ്ഞതാണെന്നും CPM പറയുന്നു. എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരു പ്രവർത്തകൻ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നിസ്സാര സംഭവമല്ല. തെരഞ്ഞെടുപ്പിൽ ഇത് ചെറുതായെങ്കിലും ബാധിക്കുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ചും തീക്ഷ്ണമായ മത്സരം നടക്കുന്ന വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ. വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ് സ്ഫോടനം നടന്ന സ്ഥലം. കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ കൈവേലിക്കൽ അടുത്താണിത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് പേരിയിൽ നടന്ന കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം CPM-ന് രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു. പാനൂരിലുണ്ടായ സ്ഫോടനം പോലീസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ബോംബ് നിർമ്മാണം ഏതാണ്ട് വ്യക്തമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന് ഇനി കൂടുതൽ ജാഗ്രത വേണ്ടിവരും. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ കണ്ണൂരിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. പരാജയ ഭീതിയിൽ CPM കലാപത്തിന് തയ്യാറെടുക്കുകയാണെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ആരോപിക്കുന്നു.